എല്ലാവരും ശ്വാസമടക്കി പിടിച്ചിരുന്നോളൂ. കേരള രാഷ്ട്രീയത്തെ അപ്പാടെ വിഴുങ്ങാൻ പോകുന്ന ഒരു വമ്പൻ രാഷ്ട്രീയ ഭൂകമ്പം ഇപ്പോൾ തൊട്ടുമുന്നിൽ എത്തിയിരിക്കുകയാണ്. CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും നാളെ രാവിലെ തന്നെ നമ്മുടെ കസേരകളൊക്കെ ഒഴിഞ്ഞേക്കും. കനത്ത തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്ത സംസ്ഥാന കമ്മിറ്റിയും സെക്രട്ടേറിയറ്റും അപ്പാടെ പിരിച്ചുവിടാൻ പോകുന്നു. താഴെത്തട്ടിലെ ലക്ഷക്കണക്കിന് വരുന്ന അണികളുടെ വികാരവും ജനങ്ങളുടെ പ്രതിഷേധവും മാനിച്ച് പാർട്ടിയിൽ ജനാധിപത്യത്തിന്റെ പുതിയൊരു വസന്തം വിരിയാൻ പോകുന്നു. എങ്ങനെയുണ്ട്? കേട്ടിട്ട് നല്ല സുഖം തോന്നില്ലേ? ഒരു ലോട്ടറി അടിച്ച ഫീൽ. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇങ്ങനെയൊക്കെ സ്വപ്നം കണ്ട് പാർട്ടി ഇനി നന്നാവുമെന്ന് വിചാരിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ സ്വപ്നം അങ്ങോട്ട് 4 മടക്കി പോക്കറ്റിൽ വെക്കൂ. കാരണം ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. മാത്രമല്ല, ഇനി ഇതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട പാർട്ടി അണികളുടെയും ജനങ്ങളുടെയും മുഖത്ത് നോക്കി അങ്ങോട്ട് ലൈവായി വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് സാക്ഷാൽ MV ഗോവിന്ദൻ. എന്നെ മാറ്റും, പിണറായി മാറ്റും എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവർ അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. ഞങ്ങളെ മാറ്റിയിട്ട് പിന്നെ പകരം ആരെ വെക്കാനാണ് എന്നാണ് സെക്രട്ടറിയുടെ ചോദ്യം. കേട്ടോ, പകരം വെക്കാൻ ഈ ഭൂഗോളത്തിൽ വേറെ ആളൊന്നുമില്ലാത്തത്രയും അത്യപൂർവ പ്രതിഭകളാണ് മുകളിൽ ഇരിക്കുന്നത്. അതെ, തോറ്റാലും ജയിച്ചാലും അണികൾ നെഞ്ചുകേറി കരഞ്ഞാലും ജനങ്ങൾ തൂത്തുവാരി തോൽപ്പിച്ചാലും LDF അല്ലെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കാലത്തും തങ്ങളുടെ തെറ്റംഗീകരിക്കാനോ നന്നാവാനോ പോകുന്നില്ല. അവർ രക്ഷപ്പെടാനും പോകുന്നില്ല. അത് നിങ്ങൾ ഉറപ്പിച്ചോളൂ. കനത്ത തിരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ CPMൽ സംഭവിക്കുന്ന സാധാരണക്കാരൻ അറിയാത്ത ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളിലേക്ക്, ആരും പറയാൻ ധൈര്യപ്പെടാത്ത ഉൾപാർട്ടി യുദ്ധങ്ങളിലേക്കും നമുക്കൊന്ന് വിശദമായി കടന്നു ചെല്ലാം. വീഡിയോ പൂർണ്ണമായും കാണുക. കാരണം കേരള രാഷ്ട്രീയത്തിന്റെ ഭാവി കിടക്കുന്നത് ഈ വാക്കുകളിലാണ്. കനത്ത തിരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ പാർട്ടിയിൽ ഉയർന്നു വന്ന തിരുത്തൽവാദങ്ങളെയും അണികളുടെ വികാരത്തെയും പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രസ്താവന കേരളത്തിലെ രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഒന്നടങ്കം ഞെട്ടിച്ചു. പിണറായി വിജയനെയും തന്നെയും മാറ്റാമെന്ന് വെറും വ്യാമോഹം മാത്രമാണെന്ന സെക്രട്ടറിയുടെ തുറന്നടിപ്പ് CPMന്റെ ചരിത്രത്തിൽ തന്നെ കേട്ടുകേൾവിയില്ലാത്തതാണ്. അണികളുടെയും താഴെത്തട്ടിലുള്ള കമ്മിറ്റികളുടെയും വിമർശനങ്ങൾക്കും ആവശ്യങ്ങൾക്കും തങ്ങൾ ഒരു കാരണവശാലും വഴങ്ങില്ലെന്ന പരസ്യമായ പ്രഖ്യാപനമാണ് ഈ പ്രസ്താവനയിലൂടെ നേതൃത്വം നൽകുന്നത്. CPM നേതൃത്വത്തിൽ ഒരു മാറ്റവും വരാൻ പോകുന്നില്ലെന്ന സംസ്ഥാന സെക്രട്ടറി അസന്നിഗ്ധമായി പറഞ്ഞു വയ്ക്കുന്നു. പിണറായി വിജയനെയും തന്നെയും മാറ്റിക്കളയാമെന്നതെല്ലാം വ്യാമോഹം മാത്രമാണെന്നും നടക്കാൻ പോകുന്നില്ലെന്നും ഗോവിന്ദൻ തുറന്നടിച്ചു. CPM തിരുവനന്തപുരം മേഖലാ റിപ്പോർട്ടിംഗിൽ സംസാരിക്കുകയായിരുന്നു സെക്രട്ടറി. തന്നെ മാറ്റും, പിണറായി മാറ്റും, സെക്രട്ടേറിയറ്റ് പുനഃസംഘടിപ്പിക്കും, സംസ്ഥാന കമ്മിറ്റി അഴിച്ചു പണിയുമെന്നെല്ലാം ചില പ്രചാരണങ്ങളുണ്ട്. ചിലരൊക്കെ ആ ആവശ്യക്കാരാണ്. താൻ ഉറപ്പിച്ചു പറയുന്നു ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, എല്ലാവരെയും മാറ്റിയിട്ട് പിന്നെ ആരെ വെക്കാനാണ്? ഗോവിന്ദൻ ചോദിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി തുടർന്ന് നേതൃമാറ്റം എന്ന ആവശ്യം പാർട്ടിക്കകത്ത് ശക്തമായി ഉയർന്നു. ഇതിനെയാണ് സെക്രട്ടറി പൂർണ്ണമായും തള്ളിക്കളഞ്ഞത്. നമുക്ക് ചില കൃത്യമായ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളിലേക്ക് വരാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ട് കേരളത്തിൽ നടന്ന ഓരോ തെരഞ്ഞെടുപ്പുകളും CPMന് ഏറ്റത് സാധാരണ തിരിച്ചടിയൊന്നല്ല. അത് ചരിത്രപരമായ പതനം തന്നെയാണ്. പാർട്ടിയുടെ വോട്ട് ബാങ്കുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തലമുറകളായി പാർട്ടിക്ക് മാത്രം വോട്ട് ചെയ്തിരുന്ന വലിയൊരു ജനവിഭാഗം പാർട്ടിയെ കൈവിട്ടു. വോട്ടിംഗ് ശതമാനത്തിൽ വൻ ഇടിവാണ് എല്ലാ മണ്ഡലത്തിലുള്ളത്. എന്തുകൊണ്ടാണ് ഈ പതനമെന്ന് കണ്ടെത്താൻ താഴെത്തട്ടിൽ സമ്മേളനങ്ങൾ നടന്നു. ബ്രാഞ്ച്, ലോക്കൽ, ഏരിയ കമ്മിറ്റികളിൽ നിന്നും ഉയർന്നു വന്ന വികാരം എന്തായിരുന്നു എന്ന് പരിശോധിക്കുമ്പോൾ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന ചില കാര്യങ്ങളുണ്ട്. ഭരണവിരുദ്ധ വികാരം ജനങ്ങൾക്കിടയിൽ വളരെ ശക്തമാണ്. മുൻ സർക്കാരിന്റെ പല നയങ്ങളും സാധാരണക്കാരന്റെ വയറ്റത്തടി അടിക്കുന്നതാണ്. നേതാക്കളുടെ അഹങ്കാരവും ധാർഷ്ട്യവും ജനങ്ങളെ പാർട്ടിയിൽ നിന്നും അകറ്റുന്നു. ജനങ്ങളോട് വിനയത്തോടെ സംസാരിക്കാൻ നേതാക്കൾക്ക് അറിയുന്നില്ല. പോലീസിന്റെ വീഴ്ചകളും പാർട്ടി ഗുണ്ടായുസവും സാധാരണക്കാരെ ദുരിതത്തിലാക്കുന്നു. നീതി കിട്ടാൻ ആളുകൾ അലയേണ്ടി വരുന്നു. മുൻ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ശൈലി മാറണം. നേതൃത്വത്തിൽ അഴിച്ചുപണി വേണം. ഈ ആവശ്യങ്ങളൊക്കെയാണ് താഴെത്തട്ടിൽ ശക്തമായി ഉയർന്നത്. പാർട്ടി നേരിട്ട ചരിത്രപരമായ തിരിച്ചടിക്ക് പിന്നാലെ താഴെത്തട്ടിൽ നടന്ന സമ്മേളനങ്ങളെല്ലാം പ്രധാന ചർച്ചാ വിഷയം തെറ്റിദ്ധരുത്തലായിരുന്നു. ജനങ്ങളിൽ നിന്നും അണികളിൽ നിന്നും അകന്നതാണ് തോൽവിക്ക് കാരണമെന്നും നേതൃത്വത്തിൽ അഴിച്ചുപണി വേണമെന്നുള്ള വികാരം ബ്രാഞ്ച്, ലോക്കൽ കമ്മിറ്റികളിൽ ശക്തമായി ഉയർന്നിരുന്നു. എന്നാൽ ഈ തിരുത്തൽ പ്രക്രിയകളിലൊന്നും പാർട്ടിയിലെ ഉന്നത നേതാക്കൾക്ക് ബാധകമല്ലെന്ന സന്ദേശമാണ് ഗോവിന്ദൻ നൽകുന്നത്. താഴെത്തട്ടിലുള്ളവർ മാത്രം തിരുത്തിയാൽ മതിയെന്നും മുകളിലുള്ളവർക്ക് അത് ബാധകമേ അല്ല എന്നും ഈ ഇരട്ടത്താപ്പ് പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലേക്കാണ് നയിക്കുന്നത്. തങ്ങളെ മാറ്റിയാൽ പകരം ആരെ വെക്കാനാണെന്ന ഗോവിന്ദന്റെ ചോദ്യം പാർട്ടിക്കുള്ളിലെ ജനാധിപത്യ ബോധത്തെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. ഈ പ്രസ്താവനയിലൂടെ ഒരു കാര്യം വ്യക്തമാവുന്നുണ്ട്. കനത്ത തോൽവിയിലേക്ക് പാർട്ടിയെ നയിച്ചവർക്ക് സ്ഥാനചലനം ഉണ്ടാകില്ലെന്ന് മാത്രമല്ല, അവർ പൂർണ്ണ സുരക്ഷിതരുമാണ്. തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് എതിർമാറ്റത്തിന് വഴിമാറുന്ന ജനാധിപത്യ മര്യാദ CPMന് അന്യമായി. ഈ രാഷ്ട്രീയ നിരീക്ഷണങ്ങളെ ശരിവെക്കുന്നതാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ. ഈ ചോദ്യം ശരിക്കും കേൾക്കുമ്പോൾ തന്നെ ചിരി വരും. ലക്ഷക്കണക്കിന് സഖാക്കളും നൂറുകണക്കിന് പ്രഗത്ഭരായ നേതാക്കളുമുള്ള ഒരു പ്രസ്ഥാനത്തിലാണ് CPM സംസ്ഥാന സെക്രട്ടറി ചോദിക്കുന്നത് ഞങ്ങൾ മാറ്റിയ പിന്നെ പകരം വെക്കാൻ ആര് എന്ന്. അതായത് പിണറായി വിജയനും MV ഗോവിന്ദനും കഴിഞ്ഞ് പിന്നെ ഈ പാർട്ടി നയിക്കാൻ യോഗ്യതയുള്ള ഒരൊറ്റ മനുഷ്യൻ പോലും ഈ കേരളത്തിലില്ലെന്ന്. സ്വന്തം പാർട്ടിയിലെ മറ്റ് നേതാക്കളെയും അണികളെയും ഇത്രമാത്രം അപമാനിച്ച മറ്റൊരു പ്രസ്താവന സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ല. ഇത് കേൾക്കുമ്പോൾ താഴേക്കിടയിൽ ചോരയൊഴുക്കി പാർട്ടിയെ താങ്ങി നിർത്തുന്ന സാധാരണ ജനങ്ങളുടെ മനസ്സ് എത്രമാത്രം വേദനാജനകമാകും.
അതിനൊന്നും ഇവിടെ പ്രസക്തിയില്ല എന്ന് തന്നെയാണ് ഗോവിന്ദൻ ഇപ്പോൾ പറയുന്നത്. പിന്നെ താഴെത്തട്ടിൽ നിന്നുള്ള വിമർശനങ്ങളെ ഉൾക്കൊള്ളാൻ മുകളിലുള്ളവർ തയ്യാറാകാത്തത് പാർട്ടിയെ പൂർണ്ണമായും ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് നയിക്കുന്നതിന്റെ തെളിവുമാണ്. വ്യക്തിപൂജയ്ക്കും ഏകാധിപത്യ പ്രവണതയ്ക്കുമെതിരെ ക്ലാസ് എടുക്കുന്ന പാർട്ടി സെക്രട്ടറി തന്നെ അത്തരമൊരു ശൈലിയെ പരസ്യമായി ന്യായീകരിക്കുന്നു. പാർട്ടി ക്ലാസുകളിൽ ഇവർ വലിയ വലിയ സിദ്ധാന്തങ്ങൾ പറയും. സ്റ്റാലിന്റെയും ലെനിന്റെയും മാർക്സിസ്റ്റിന്റെയും ഒക്കെ ഉദ്ധരണികൾ പറഞ്ഞ് അണികളെ ആവേശം കൊള്ളിക്കും, തല്ലുകൊള്ളാൻ വിടും, രക്തസാക്ഷികളാക്കും. നേതാക്കൾക്ക് വിനയം വേണം, ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലണം എന്നൊക്കെ പുസ്തകം നോക്കി വായിക്കും. പക്ഷെ സ്വന്തം കാര്യം വരുമ്പോൾ, അധികാരം കൈവിടേണ്ടി വരുമെന്ന് കാണുമ്പോൾ ഈ സിദ്ധാന്തങ്ങളെല്ലാം അങ്ങോട്ട് അറബിക്കടലിൽ ഒടുക്കും. താഴെയുള്ള അണികൾ എന്ത് വിമർശനം ഉന്നയിച്ചാലും എന്ത് സങ്കടം പറഞ്ഞാലും ഞങ്ങൾ അത് കേൾക്കാൻ തയ്യാറല്ല എന്ന ധാർഷ്ട്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തിരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ആഘാതത്തിൽ നിന്നും പാർട്ടി തിരിച്ചു വരുമെന്നും നേതൃത്വത്തിൽ ഉചിതമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും പ്രതീക്ഷിച്ചിരുന്ന സാധാരണക്കാരായ അണികളുടെ ആത്മവീര്യം കെടുത്തുന്നതാണ് ഈ കടുംപിടുത്തം. ഇപ്പൊ നിങ്ങൾ ആരായി? തല്ലുകൊള്ളാനും അടികൊടുക്കാനും ED ഓടിക്കാനും അവിടെ കുത്തിയിരിപ്പ് സമരം നടത്താനും ഇപ്പൊ ജയിലിൽ പോകാനും ഒക്കെ നിങ്ങൾക്ക് വലിയ ഉത്സാഹമായിരുന്നില്ലേ? ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? നിങ്ങൾ ഇതോടൊന്നും പഠിക്കില്ല എന്നറിയാം. ക്യാപ്സ്യൂളുകൾ അത്രത്തോളം നിങ്ങൾ വിഴുങ്ങി അതിൽ കുതിച്ച് ചാടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുമ്പോൾ എന്നെ കയറി ചൊറിയാൻ വരുമെന്നല്ലാതെ നിങ്ങൾക്ക് യാതൊരു മാറ്റവും ഉണ്ടാവില്ല. അടിമകൾ എന്നും അടിമകൾ തന്നെ എന്നുള്ള പ്രസ്താവനയ്ക്ക് നിങ്ങളും വളം വെച്ച് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അനുഭവിച്ചോളൂ. എന്നാലും ഗോവിന്ദിന്റെ ഈ ഒരു പ്രതികരണത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ഒരു വടിയും കൂടാതെ താഴെ കമന്റ് ചെയ്യും. മറ്റു വാർത്തയും വിഷയമായി വീണ്ടും എത്തുവരും. നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.